അങ്ങനെ നമുക്ക് 4ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:30. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവിടെ നിന്നെ സിനിമയിലെടുത്ത് എന്ന് പറയും. അയ്യോ വണ്ടി എട്ടാ ചേർത്ത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സൊമാറ്റോ വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ 306 ആണ്. അത് 7 ജിഗും 11 ഓർഡറും കംപ്ലീറ്റ് ചെയ്യണം. ഗ്രാമം റെസ്റ്റോറൻറ്റിലാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുന്നത്. ഓണാക്കിയപ്പോൾ തന്നെ ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഗ്രാമം റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നു. 55-81. ഇപ്പോൾ നമുക്ക് പോകേണ്ട ദൂരം 3 കിലോമീറ്ററാണ്. അഗസ്തിക്കോട് കാണുന്നില്ല, ഒരു മിനിറ്റ് കാണുന്നില്ലേ? അതിന് ചെയ്ത് നോക്കിയേ. ശരി, നോക്കിയെന്നാ. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു, പിന്നെ അത് GPay ചെയ്തു വരും. അങ്ങനെ നമുക്ക് കിട്ടിയത് 29 രൂപ 63 പൈസ. അങ്ങനെ നമുക്ക് 2ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ 11:38. രാവിലെ അടിച്ചത് 10:15. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ ഓർഡർ അടിക്കുന്നത് 11:38. ഓർഡർ കുറവാണോ? നമുക്ക് പോകേണ്ടത് റയാൻസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. കണ്ടോ, ഇൻഡിക്കേറ്റർ ഓർഡർ ഇടത്തില്ല, ഓർഡറിലോട്ടങ്ങ് വെക്കുകയാണ്. അങ്ങനെ സാധനം കയ്യിൽ കിട്ടി. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. അങ്ങനെ സാധനം കിട്ടി. നമുക്ക് പോകേണ്ട ദൂരം നോക്കട്ടെ. 7 കിലോമീറ്റർ കേട്ടോ. നമ്മൾ ലൊക്കേഷനോട് എത്തിയിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആണ്. ഹലോ, സൊമാറ്റോന്നാണ് വിളിക്കുന്നത്. ആണ്ട് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പക്ഷേ വീട് ഇച്ചിരി ഉള്ളിലോട്ടാണല്ലോ കാണിക്കുന്നത്. അത് ഏത് വഴിയാണ് വരണ്ടേ? പാലം കഴിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോഴത്തേന് ആയൂര്, അതുപോലെ മറ്റേ കോട്ടക്കൽ ഗുഹാക്ഷേത്രം ഒരു ബോർഡൊക്കെ ഉണ്ടല്ലോ, സൈഡ് ബോർഡൊക്കെ ഉണ്ടല്ലോ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കടയുടെ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് അകത്തോട്ട് റോഡ് കിടപ്പുണ്ട്. ചില്ലറാണ്. GPay ഉണ്ടോ? വരും. ഓക്കെ. അങ്ങനെ നമുക്ക് 3ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇച്ചിരി ലോങ് ആണ് കേട്ടോ. ഇത് 153 രൂപ കാണിച്ചേ നമുക്ക് കിട്ടുന്ന പൈസ. ഇപ്പോൾ പ്രഭാ ബേക്കറി പോകണം. എഗ് പപ്സും ഷാർജ ഷേക്കും സൊമാറ്റോ. അങ്ങനെ സാധനം കൈ കിട്ടി. നമുക്ക് പോകേണ്ട ദൂരം 15 കിലോമീറ്റർ. പോരേടം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആയൂര് ചടങ്ങും നിന്ന് പോരേടം. 5 കഴിഞ്ഞാൽ പിന്നെ വലിയ ട്രാഫിക് ഇല്ലെന്നാണ് തോന്നുന്നത്. 5 ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങനെ നമ്മളിപ്പോൾ ചടങ്ങുകളായി. ഇവിടെ നോക്കിയാൽ ജടായിപ്പാറ കാണാൻ പറ്റും. അവിടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോവും. അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 155 രൂപ 99 പൈസ. 15 കിലോമീറ്റർ എന്ന് പറയുന്നത് അങ്ങോട്ടും ഉണ്ട് 15 കിലോമീറ്റർ. അങ്ങനെ മൊത്തത്തിൽ 30 കിലോമീറ്ററാണ് 155 രൂപ കിട്ടിയത്. എല്ലായിടത്തും ഒരേ കാലാവസ്ഥ. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൻ്റെ മതിലിനും ഈ ഒരു ചെടി ഉണ്ടല്ലോ, നമ്മൾ പ്ലാസ്റ്റിക് പൂ ഉണ്ടല്ലോ, അതിൻ്റെ വയലറ്റ് കളറ്, റോസ്, പിങ്ക് കളറ് എല്ലാം പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. ഈ ചൂടത്ത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ഓടുന്നുണ്ടേ, നമ്മൾ ഈ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും ഓടുന്നവർ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കണം. കാരണം ഈ വെയിലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരാ കിടന്ന് ഓടുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. വെള്ളം നമ്മൾ നല്ലോണം കുടിച്ചോണം. അങ്ങനെ നമുക്ക് 4ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 1:30. നമുക്ക് ഗ്രാമം റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകേണ്ടത്. 5-ൽ ഓർഡർ അടിച്ചു. നമുക്ക് പോകേണ്ട ദൂരം 6.6 കിലോമീറ്റർ. ആയൂര്. ഓക്കെ. ഫുഡ് മേടിക്കാൻ പറഞ്ഞിട്ടാന്നോ? എന്നാ കൊണ്ട് സൂക്ഷിച്ച് കൊണ്ടുപോണേ കേട്ടോ. ഇവിടെ പിടിച്ചോ. ഇവിടെ അങ്ങനല്ല, ഇങ്ങനെ പിടി കളയല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഓർഡർ കിട്ടിയത് 64 രൂപയാണ്. അങ്ങനെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇത് 123 രൂപയാണ് നമുക്ക് കിട്ടുന്നത്.
11 കിലോമീറ്റർ ബൈക്കിൽ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. വെറും 950 മീറ്റർ, 1 കിലോമീറ്റർ. ഇവിടുന്ന് 1 കിലോമീറ്റർ. എന്തോ ഇത് കൊച്ചും കാണിച്ചത് 950. ഞാൻ തിരിഞ്ഞപ്പോൾ തന്നെ അത് 600 മീറ്റർ ആയോ. കേക്കായതുകൊണ്ട് പിന്നെ പെയ്യെ വരാൻ പറ്റും. ഓക്കെ, ഇവിടെ ഗൂഗിൾ മാപ്പിനെ ഇഷ്ടം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര പാടാണ്. അങ്ങനെ ഈ ഓർഡറിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 139 രൂപയാണ് കേട്ടോ. അങ്ങനെ ഈ കാണുന്നതാണ് അറയ്ക്കൽ ദേവി ക്ഷേത്രം. ഇപ്പോൾ സമയം 2:50. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിക്കുന്നു. തമ്പി ഒരു ചായ വേണം, ചായ. എന്താ സെട്ടാ? കുഴപ്പമില്ല സെട്ടാ. ഹെൽമെറ്റ് എവിടെ വെക്കും സെട്ടാ? പോവാ. ചായ കുടിച്ച് എന്തായാലും ചായ കുടിച്ച് ഒരു ഗുണ്ടും തിന്നു. എന്തിനാ വേണ്ട, ഇരിക്കുന്നില്ല. ഓർഡർ ഉണ്ടെങ്കിൽ പോണം. നീ ഫേമസ് ആവട്ടെ, ഞാൻ നിന്ന് ഫേമസ് ആക്കാം. തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ സിനിമയുടെ അടുത്ത് എന്ന് പറയും. അങ്ങനെ ഉച്ചയ്ക്കുള്ള ആഹാരമായി. അങ്ങനെ നമുക്ക് ഓർഡർ അടിച്ചിരിക്കുന്നു. 38 രൂപ 69 പൈസയുടെ ഓർഡറാണ് അടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഒരു ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് പോകേണ്ട ദൂരം 4.5 കിലോമീറ്റർ, കൈപ്പള്ളി മുക്ക്. അങ്ങനെ നമ്മൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഓർഡറിന് കിട്ടിയ പൈസ 38 രൂപ 69 പൈസയാണ്. ഇപ്പോൾ സമയം 8:56 ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ എത്ര ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞാൽ 14 ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് കോക്കാടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 83 രൂപ 29 പൈസയുടെ ആര്യാസ് ഹോട്ടലാണ്. തഴമേൽ അമ്പലത്തിൽ ഉത്സവം, അതുകൊണ്ട് ഈ ലൈറ്റൊക്കെ. ഹോട്ടൽ ആര്യാസ്. അപ്പോൾ നമുക്ക് പോകേണ്ട ദൂരം ഇളമാട് പോകണം, 9 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു ഈ ഓർഡർ കൊടുത്തപ്പോൾ തന്നെ 10 മണിയാവും. ഇത് ഏത് അമ്പലത്തിലെ ലൈറ്റാ? ഇളമാട് അമ്പലത്തിൽ ലൈറ്റാണോ? ഇങ്ങനെയുണ്ടോ? നമ്മൾ ആയിരുന്ന് കൊല്ലത്തോട്ട് തിരിയത്തില്ലേ, അവിടുന്ന് കുറച്ചും കൂടി മുന്നേ വന്നപ്പോൾ ഫുള്ള് ലൈറ്റായി. എനിക്ക് തോന്നുന്നു ഇളമാട് അമ്പലത്തിലെ ലൈറ്റാ. അത്ര പോകണ്ടല്ലോ. ഓക്കെ, 83 രൂപ 29 പൈസ കിട്ടി. ഇപ്പോൾ സമയം 9:24. ഇളമാട് ദേവീക്ഷേത്രത്തിലെ നാടകമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം മൈക്ക് സെറ്റ് വെച്ചുകൊണ്ട് കേൾക്കാം. ഇവിടുന്ന് കുറച്ചുണ്ട് ഇളമാട് ദേവീക്ഷേത്രത്തിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് പോവാം. എന്തായാലും ഇവിടെ വന്നതല്ലേ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ബൈക്ക് എവിടെയെങ്കിലും വെക്കണം. ഓഫായോ? അങ്ങനെ വണ്ടി എണ്ണ തീരാതെ ഓഫാവും. അങ്ങനെ ലൈറ്റും കണ്ടു, ഇതൊരു നാടകവും കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങനെ നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 92 രൂപയുടെ ഓർഡർ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 9:41. ഇപ്പോൾ നമുക്ക് അടിച്ച ഓർഡർ ലോങ് ആണ്. അപ്പോൾ ഇതിനകത്ത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്രോൾ വണ്ടി അഥവാ പോകുന്ന വഴി എണ്ണ തീർന്ന പിന്നെ പണിയാണ് രാത്രി. അതുകൊണ്ട് ഒരു 50 രൂപ കൂടി എണ്ണ അടിച്ചിട്ടേക്കാം. അയ്യോ, വണ്ടി എണ്ണ തീർന്നു. അടിപൊളി. 200 പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയ വണ്ടി എണ്ണ കയറുന്നു. അല്ലെ ഏതെങ്കിലും ഓർഡർ കൊടുക്കുന്ന നേരത്ത് ഏതെങ്കിലും ഒരു വഴിക്ക് വണ്ടി എണ്ണ ഇരുന്നെങ്കിലോ ഞാൻ ഇന്ന് പെട്ടേനെ. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് 400-600 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ. എനിക്ക് സംശയം ഉണ്ടായിരുന്നു വണ്ടി എണ്ണ കുറവാന്ന്. പക്ഷെ ഇങ്ങനെ തീരുമെന്ന് വിചാരിച്ചില്ല. സൊമാറ്റോ ഓർഡർ സപ്പോർട്ട്. സംഭവം എന്താ പറയാവോ, ഇന്ന് ഓടാൻ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഓർഡർ ഡിലേ ആവുന്നതോ. മാൻ, വേറെ ആരും ഓടാ ഇല്ലയോ? ഞാൻ ആയിരുന്നതാ. ഇപ്പൊ സൊമാറ്റോ സപ്പോർട്ട് എന്നെ വിളിച്ചിട്ട് ഹിന്ദിയിൽ എന്താ പറയാ, ഞാൻ പിന്നെ മലയാളം തെരിയുമോ ഇല്ല എന്നാ എനിക്ക് ഹിന്ദി അറിയത്തില്ല. എത്ര കിലോമീറ്റർ ഉണ്ട്? 9 കിലോമീറ്റർ. ഡെലിവറി പോയി ആരും ഇല്ലായിരുന്നു കേട്ടോ. ആയിരം എന്നപ്പോഴാണ് എനിക്ക് അടിച്ചത്. ശരിയെന്നാ. അങ്ങനെ ഈ ഓർഡർ കൊടുത്തു. ഈ ഓർഡറിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 103 രൂപയാണ് കേട്ടോ. അപ്പോൾ 103 രൂപ കിട്ടി.
ഇപ്പോൾ സമയം 10:26 രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1158 രൂപ 71 പൈസ കിട്ടി. ഇൻസെൻറ്റീവ് 306 രൂപ. എണ്ണ അടിച്ചത് 600 അടിച്ചിട്ടുണ്ട്. 258 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നാളെ ഓടാനുള്ള എണ്ണയും കൂടെ ഉണ്ട്, കുറച്ചുണ്ട്. പിന്നെ നാളെ ഒരു 330 രൂപയ്ക്ക് അടിക്കുന്ന സമയത്ത് നാളെ ഒരു 230 രൂപയ്ക്ക് അടിക്കത്തേ ഉള്ളൂ. ഞാൻ നോർമൽ എപ്പോഴും 330 രൂപയ്ക്കാണ് എണ്ണ അടിക്കുന്നത്. ഇന്ന് മാത്രമേ ഉള്ളൂ 200 രൂപയ്ക്ക് അടിച്ച്, പിന്നെ 100 രൂപയ്ക്ക് അടിച്ച്, വീണ്ടും 100 രൂപയ്ക്ക് അടിച്ച്, ലാസ്റ്റ് പെട്രോൾ പമ്പിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വണ്ടി എണ്ണ തീർന്നു. പിന്നെ 200 രൂപയ്ക്ക് അടിച്ച്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.